ഇത് തമിഴന്റെ മാലയാണോ? എന്താ മാല? ആരാ എഴുതിയത് കേട്ടോ? തമിഴനോ? പൊന്നാനി തമിഴ്നാട്ടിലാ? നിങ്ങളെ തമിഴ്നാട് പറഞ്ഞ പൊന്നാനിയാ? കേട്ടോളി, ഇത് പുതിയ മുഹയ്യിദ്ദീൻ മാല എന്ന നേർച്ച ഫാട്ടാകുന്നു. അങ്ങനെ തന്നെ വായിക്കാം. ഈ നേർച്ച ഫാട്ടിനെ പൊന്നാനി നാലകത്ത് കുഞ്ഞിമൈദീൻ കുട്ടിയാൽ ഉണ്ടാക്കപ്പെട്ടതാകുന്നു. തമിഴനല്ല, തമിഴന അണ്ണാച്ചിയല്ല. ഇതാരുണ്ടാക്കിയതാ? പൊന്നാനിയിലെ നാലകത്ത് കുഞ്ഞിമൈദീൻ കുട്ടി. മുമ്പുള്ള മുഹയ്യിദ്ദീൻ മാലയിൽ ഫെടാത്ത ഇയാൾ കേൾക്കാനാ പറയണത്. ഇയാൾ പറഞ്ഞില്ലേ ഞങ്ങളെ മാലയിലില്ല, നിങ്ങളെ മാലല്ലാത്ത വേറെ മാലുണ്ട്, അതിനാ പുതിയ മുഹയ്യിദ്ദീൻ മാല എന്ന് പറയുന്നത്. അത് തമിഴുണ്ടാക്കിയതല്ല. പഴയ മുഹയ്യിദ്ദീൻ മാലയിൽ, മുമ്പുള്ള മുഹയ്യിദ്ദീൻ മാലയിൽ ഫെടാത്ത പല കശ്ഫ് കറാമത്തുകളും മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളെ പേരുകൾ 99 ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മറ്റില്ല. മുഹയ്യിദ്ദീൻ ശൈഖിന് 99 പേരുണ്ട്. കാരണം അള്ളല്ലേ, അള്ളാഹ്ക്ക് 99 ഉണ്ടെങ്കിൽ എനിക്കുണ്ട് 99. കുറയാൻ പറ്റൂലല്ലോ, 98 പോയരുതല്ലോ. അപ്പൊ ശിർക്ക് കുറച്ച് കുറഞ്ഞു പോകില്ലേ? അതിന്റെ ആ ഡിഗ്രി കുറയരുത്. അപ്പൊ അങ്ങനെ തന്നെ ഉണ്ട്. തീർന്നോ? ആ തുടക്കത്തിലുള്ള പ്രയാസം സഹിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് അന്നത്തെ എന്റെ ശപഥം, എല്ലാ ജനാപത്തുണ്ടെങ്കിലും ഏത് അശുദ്ധിയിൽ നിന്നും പെട്ടെന്ന് ശുദ്ധിയായേ നിൽക്കൊള്ളൂന്ന. ഒന്നു മുറിഞ്ഞാൽ അപ്പം ശുദ്ധീകരിക്കും. ഒന്നു മുറിയല്ല, കുളിക്കേണ്ട തരത്തിലുള്ള വലിയ അശുദ്ധിയാണെങ്കിൽ അപ്പം കുളിക്കും. ഇതാണ് ശൈഖിന്റെ അവസ്ഥ. ഇക്കാലത്താണ് അള്ളാന്റെ ഒരു പരീക്ഷണം. ഈ കാലത്ത് അള്ളാന്റെ പരീക്ഷണം. സ്കലിച്ചു, ക്ഷീണിച്ചു. ഞാനപ്പോ കുളിക്കണമെങ്കിൽ എവിടെ കിട്ടും വെള്ളം? ടൈഗ്രീസ് നദിയുടെ കരക്കലേക്ക് നടന്നു. ഞാൻ നടന്നിട്ട് ഒത്തസൽത്തു കുളിച്ചു. ശുദ്ധിയായി വന്നിട്ട് സുമ്മനിം തു, പിന്നെ ഉറങ്ങി. ഫഹ്തലം തു, അപ്പം വീണ്ടും സ്കലിച്ചു. ഫകുന്തു, വീണ്ടും എഴുന്നേറ്റു. വദഹബതു ഇല ശത്തി, കരയിൽ പോയി ഒന്നുണ്ടാക്കി കുളിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോ ഹാക്കഥ 40 മറ. അള്ളാന്റെ പരീക്ഷണം. കടുത്ത രാത്രിയിൽ നിന്റെ ഈ കർക്കശമായ നിയമത്തിന്റെ പാലനം ഞാനൊന്ന് ശ്രദ്ധിക്കട്ടെ എന്ന് നോക്കാൻ രാജാദിനാർ റബ്ബുൽ ഇസ്സത്ത് തന്റെ മുഹിബ്ബിനെ പരീക്ഷിക്കുകയാണ്. ആ മുഹിബ്ബിനെ പരീക്ഷിച്ച് തെളിഞ്ഞപ്പോഴാണ് മഹബൂബ് റബ്ബിൽ ആലമീനായ മുഹയ്യിദ്ദീൻ ശൈഖ് വളരുന്നത്. ആ മുഹയ്യിദ്ദീൻ ശൈഖിന്റെ സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള കാലഘട്ടത്തിൽ 40 വട്ടം ഈ സൂക്ഷ്മതക്ക് കുളിക്കേണ്ടി വന്നു. എന്നിട്ട് മൂപ്പര് പറയുന്നു, പിന്നെ അവസാനം ഇവിടെ കടന്നാൽ ഇഞ്ഞു ഉറങ്ങേണ്ടി വരും, കുളിക്കേണ്ടി വരും, സഹിക്കാനാവൂലോ എന്ന് കരുതിയിട്ട് ഉറക്ക് വരാതിരിക്കാൻ ആ കൊട്ടാരത്തിന്റെ ഗോപുരത്തിന്റെ മുകളിലേക്ക് കയറിയിട്ട് ഞാൻ ഉറക്കനെ ഭേദിച്ചു എന്ന് ശൈഖ് തന്റെ ഒരനുഭവം പറഞ്ഞതാണ്. 40 വട്ടം ജനാബത്തുണ്ടായാരേ 40 വട്ടം ഓരൂരാ കുളിച്ചോവർ. പടച്ചോന്റെ പരീക്ഷണാർത്ഥം തണുപ്പുള്ള രാത്രിയിൽ 40 വട്ടം ജനാബത്തുണ്ടായപ്പോൾ അശുദ്ധിക്ക് അപ്പൊ തന്നെ ശുദ്ധിയാക്കുമെന്ന പ്രതിജ്ഞ പുതുക്കുന്നുണ്ടോ എന്ന് നോക്കാൻ അള്ളാന്റെ പരീക്ഷണത്തിന് കുളിച്ച കഥ മുഹയ്യിദ്ദീൻ ശൈഖിനെ സ്ത്രീലംബടനാക്കാൻ, വിഷയാസക്തനാക്കാൻ, ലൈംഗിക രോഗിയാക്കാൻ വഹാബിദർ ഉപയോഗപ്പെടുത്തുന്നു. ബഹുജനോക്കാകാമെന്ന് കൊതിക്കുന്നത് ശരിയല്ലെന്നും ധരിപ്പിക്കാൻ വേണ്ടി പഠിപ്പിച്ച ശൈഖിന്റെ ഈ ഭാഗത്തെ ഒരു കാമൽ നിന്നിട്ടു രൂഹത്തം തീർത്തോവർ എന്നത് കളിയായി, സർക്കസായി, അഭ്യാസമായി തെറ്റിദ്ധരിപ്പിക്കുന്ന മനുഷ്യ. മാലയുടെ കേന്ദ്രം പഠിക്കണം, അവലംബം പഠിക്കണം, അവലംബത്തിലെ ചരിത്രം പഠിക്കണം, ആധാരമായ ബൈറ്റുകൾ പഠിക്കണം. പഠിക്കാതെ നൊയ്യെന്ന് ചൊല്ലരുത്, പൊയ്യെന്ന് ചൊല്ലരുത്. സത്യമെന്നും പറയേണ്ട, കള്ളമെന്നും പറയേണ്ട. സത്യമാണെന്ന് വിശ്വസിക്കേണ്ടതും പഠിച്ചു മതി, കള്ളമാണെന്ന് പറയാൻ തെളിവ് കിട്ടിയിട്ട് മതി. ഇതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാട്. ഒരു കാമൽ നിന്നിട്ട് തലക്കെന്ന് നോക്കി അവസാനം വരുമ്പോ അതിന് തീരുവോന്ന്, അതും സംശയ തീരുവോന്ന്, അതൊക്കെ പഠിക്കണടോ. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ലോകമായിക്കോ കുഴപ്പമില്ല. മുഹയ്യിദ്ദീൻ മാല നിഷേധിച്ചോനെ ഞങ്ങൾ കാഫിറാന്ന് പറയില്ല. അത് ഞങ്ങൾ തലക്കം പറഞ്ഞില്ലേ? മുഹയ്യിദ്ദീൻ ശൈഖിനെ തന്നെ നിഷേധിച്ചാലും ഞങ്ങൾ കാഫിറാന്ന് പറയില്ല. വേണമെങ്കിൽ നിഷേധിച്ചോ, അതിന്റെ കുരുത്തക്കേടൊക്കെ വാങ്ങിക്കോ, നിഷേധത്തിന്റെ എല്ലാ ദൂഷ്യവും നീ വാങ്ങിക്കോ. പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുന്നത് പ്രമാണബദ്ധമാണ്. ആ വിശ്വാസം കള്ളമാണെന്ന് പറയാൻ പ്രമാണമില്ലാതെ വഹാബിക്ക് അധികാരമില്ല. കേബൻ ചുറ്റുന്ന ചരിത്രം അച്ചടിച്ചു വിട്ടതിനൊക്കെ മറുപടി പറയേണ്ട യാതൊരു കാര്യവും ഞങ്ങൾക്കില്ല എന്നാണ് ഒന്നാമതായിട്ടുള്ള മറുപടി. ഇനി മൈക്ക് കൊടുക്കുക, സുഹൃത്തിന് എന്താ പറയാനുള്ളത് നോക്കാം. എന്റെ ചോദ്യം, ഇപ്പോ ഉസ്താദ് പറഞ്ഞത് ആരെങ്കിലും എഴുതി വിട്ടിയത് കൊണ്ട് ചോദിക്കേണ്ടതില്ല. തീർച്ചയായും. എന്നാല് ഇപ്പോ സുന്നത്ത് ജമാഅത്തിന്റെ
പല സുഹൃത്തുക്കൾക്കും അറിയാത്തത് കൊണ്ട് മൗലൂദല്ല, എന്തായാലും ഞങ്ങളും ഓതുന്നത് ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അങ്ങനത്തെ ആ റസൂൽ സുഹൃത്തിന് അറിയില്ല, അത് അറബിയിലുള്ളത് കൊണ്ട് അറിയില്ല. തീർച്ചയായിട്ടും മലയാളത്തിൽ ഉണ്ടായത് കൊണ്ട്, മൗലൂദ് ഉണ്ടായത് കൊണ്ട് ഒരാളും ആ മൗലൂദ് ഓതുകയില്ല. ഉസ്താദ് തന്നെ പറഞ്ഞ് സമ്മതിച്ചു. ഇല്ല, ഞാൻ 2 മറുപടി ഉള്ളതിൽ ഒരു മറുപടി ഞാൻ പറഞ്ഞത് ആരെങ്കിലും എഴുതി വിട്ടത് കൊണ്ട് ഓതേണ്ടതില്ല എന്ന് ഉസ്താദ് പറഞ്ഞു. നമ്മൾ അംഗീകരിക്കുന്നത് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ. പാവപ്പെട്ട ഇവിടെ നിൽക്കുന്ന 90%, 90% ആൾക്കാർ അറബി അറിയില്ല. പക്ഷേ അറബി അറിയുന്ന ഒരാളെ അവർ ഖത്തീബായിട്ടോ ഇമാമായിട്ടോ നിർത്തിയിരിക്കും. മൗലൂദ് ഖത്തീബായിട്ട് ഇമാമായിട്ട് നിർത്തിയ ആൾക്ക് മാത്രമല്ല ഓതേണ്ടത്, പക്ഷേ അതിന് നേതൃത്വം നൽകൽ അവരാണ്. അതുകൊണ്ടാണ് അവർ അങ്ങനെ കഴിവുള്ള പണ്ഡിതന്മാരെ തന്നെ മഹല്ലിൽ നിർത്തുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. എന്തുകൊണ്ട് ആ മൗലൂദിനെ നിങ്ങൾ തള്ളാത്തത്? കിതാബിൽ നിന്നിട്ട് സിദ്ദീഖ് മൗലൂദിനെ എന്തുകൊണ്ട് നിങ്ങൾ തള്ളാത്തത്? നിങ്ങൾ സിദ്ദീഖ് മൗലൂദ്, എല്ലാ സിദ്ദീഖ് മൗലൂദും അതില്ല, അത് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. അത് വളരെ ചുരുങ്ങിയ ചില മൗലിദുകളിൽ മാത്രമാണുള്ളത്. ഞങ്ങൾ സാധാരണ ഓതുന്ന സബീന നിങ്ങൾ എടുത്തു നോക്കുക, അതിൽ നിങ്ങൾക്കത് കാണാൻ കഴിയില്ല. ഈ പറഞ്ഞ 2 ആയത്തിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ അല്ലാഹു തആല മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന് ആകാശത്തിലും ഭൂമിയിലും എല്ലാ സ്ഥലത്തും സ്ഥാനവും ജനങ്ങളടുക്കലും മലായിക്കത്തിന്റെ അടുക്കലും ജിന്നിന്റെ അടുക്കലും സ്വീകാര്യത നൽകപ്പെടുകയും അതുവഴി അല്ലാഹു തആല ഒരുപാട് ദർജകൾ ഉയർത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ഈ വരി. ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും അവരെ കോടി നീളം അത്തേര ഉള്ളവർ. ആ മഹാനായ ഖുതുബിന്റെ സ്ഥാനം, വലിയ സ്ഥാനം. وبشر الذين آمنوا أن لهم قدم صدق عند ربهم وقال الكافرون إن هذا لساحر مبين. ഇഫായി മാലിക്, ഇഫായി ശൈഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഖലീഫമാരുമായി തന്റെ ശിഷ്യന്മാരുമായി കഅബ തവാഫ് ചെയ്യാൻ വേണ്ടി വന്നു. ആ തവാഫ് ചെയ്യാൻ വന്നപ്പോ അദ്ദേഹം ദഫടിച്ചുകൊണ്ട് അവർ സലാത്തും ദിക്റും ചൊല്ലിയിട്ടാ വന്നത്. അപ്പൊ മക്കക്കാർ പറഞ്ഞു, ഇത് വേണ്ട, ഇത് പറ്റില്ല ഇവിടെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ശരി, എനിക്ക് എന്റെ ദഫിന്, എനിക്കും എന്റെ ദഫിനും ഈ കഅബയെ ചുറ്റാൻ അധികാരമില്ല, നിങ്ങൾ അവകാശം തരുന്നില്ല എങ്കിൽ ആ കഅബ ഇങ്ങോട്ട് ചുറ്റിക്കൊള്ളട്ടെ. മുന്നൻ തുടി മുട്ടി കഅബയിലെത്തിയേ മക്കികൾ എമ്പിരി വേണ്ടെന്ന് ചൊന്നോവര്. ഉടനെ റിഫായിയാൾ മതിലിൽ കുളത്തിയാർ അപ്പോഴേ കഅബത്തെ വാഫെന്ന് ചൊന്നോവര്. കഅബയിളകിത്തിരിയുന്ന നേരത്ത് ഒളിവർ റിഫായി എന്നല്ല വിളിച്ചോവര്. അദ്ദേഹം തന്റെ ഹിജ്ർ ഇസ്മായിൽ എന്ന മതിലുമേൽ അദ്ദേഹത്തിന്റെ ആ ദഫ് അവിടെ കൊളുത്തി. എനിക്കും എന്റെ ദഫിനും ഇത് ചുറ്റാൻ അധികാരമില്ല, അവകാശമില്ല എങ്കിൽ കഅബ ഇങ്ങോട്ട് ചുറ്റിക്കൊള്ളട്ടെ. ആളുകൾക്ക് അത്ഭുതം. ഉടനെ സംഭവിക്കുന്നു, കഅബ ഇളകുന്നു. കഅബ ഇളകിത്തിരിയുന്ന നേരത്ത് ഒളിവർ റിഫായി എന്ന് അല്ലാഹു വിളിച്ചോവാർ. അല്ലാഹു തആല വിളിച്ചു, റിഫായി നിങ്ങളൊന്ന് അടങ്ങി. ഈ വിവരമില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ഇതൊക്കെ ഇപ്പൊ കാണിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചാല് നടക്കൂല. അത് നിങ്ങളൊന്ന് ക്ഷമിക്ക്. ഫസ്ബിർ സബ്റൻ ജമീല വസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. ഇഫായി മാലിക്, ഇഫായി ശൈഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഖലീഫമാരുമായി തന്റെ ശിഷ്യന്മാരുമായി കഅബ തവാഫ് ചെയ്യാൻ വേണ്ടി വന്നു. ആ തവാഫ് ചെയ്യാൻ വന്നപ്പോ അദ്ദേഹം ദഫടിച്ചുകൊണ്ട് അവർ സലാത്തും ദിക്റും ചൊല്ലിയിട്ടാ വന്നത്. അപ്പൊ മക്കക്കാർ പറഞ്ഞു, ഇത് വേണ്ട, ഇത് പറ്റില്ല ഇവിടെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ശരി, എനിക്ക് എന്റെ ദഫിന്, എനിക്കും എന്റെ ദഫിനും ഈ കഅബയെ ചുറ്റാൻ അധികാരമില്ല, നിങ്ങൾ അവകാശം തരുന്നില്ല എങ്കിൽ ആ കഅബ ഇങ്ങോട്ട് ചുറ്റിക്കൊള്ളട്ടെ. മുന്നൻ തുടി മുട്ടി കഅബയിലെത്തിയേ
മക്കികളും പിരി വേണ്ടെന്ന് ചൊന്നോവര് ഉടനെ റിഫായിയാൾ മതിലിൽ കുളത്തിയാർ അപ്പോഴേ കൈവന്ത് വാഫെന്ന് ചൊന്നോവര് കൈവായിളകിത്തിരിയുന്ന നേരത്ത് ഒളിവർ റിഫായി എന്നല്ല വിളിച്ചോവര്. അദ്ദേഹം തന്റെ ഹിജ്ർ ഇസ്മായിൽ എന്ന മതിലുമേൽ അദ്ദേഹത്തിന്റെ ആ ദഫ് അവിടെ കൊളുത്തി. എനിക്കും എന്റെ ദഫിനും ഇത് ചുറ്റാൻ അധികാരമില്ല, അവകാശമില്ല എങ്കിൽ കഅബ ഇങ്ങോട്ട് ചുറ്റിക്കൊള്ളട്ടെ. ആളുകൾക്ക് അത്ഭുതം. ഉടനെ സംഭവിക്കുന്നു, കഅബ ഇളകുന്നു. കഅബ ഇളകിത്തിരിയുന്ന നേരത്ത് ഒളിവർ റിഫായി എന്ന് അള്ളാഹ് വിളിച്ചോവാർ. അള്ളാഹു തആല വിളിച്ചു, റിഫായി നിങ്ങളൊന്ന് അടങ്ങി. ഈ വിവരമില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ഇതൊക്കെ ഇപ്പൊ കാണിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചാല് നടക്കൂല. അത് നിങ്ങളൊന്ന് ക്ഷമിക്ക്. കണ്ടോ, അതാണ് മുസ്ലിയാര്. എന്ത് കിട്ടിയാലും മൂപ്പരുടനെ ആയത്തോതും. മറ്റൊന്ന് മങ്കൂസ് മൗലിദ്, മറ്റൊന്ന് ബദർ മൗലിദ്, മറ്റൊന്ന് മുഹിയുദ്ദീൻ മൗലിദ്, മറ്റൊന്ന് റിഫായി മൗലിദ്. ഇങ്ങനെ ഇത്രയും മൗലിദുകൾ ഇതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത്രയും മൗലിദുകൾ. അപ്പൊ ഉസ്താദെ ഒരു ചോദ്യം. ഇത്രയും 5 മൗലിദുകളെ കുറിച്ചാണ് ഉസ്താദ് ഇവിടെ പരാമർശിച്ചത്. ബാക്കിയുള്ള ഞാൻ വായിച്ച ബാക്കിയുള്ള 7 മൗലിദുകളും ഉസ്താദ് അംഗീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അംഗീകരിക്കുന്നോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാറായിട്ടില്ല. എന്തുകൊണ്ട്? അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ആഘോഷിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ ബോധപൂർവമാണ് പറയുന്നത്. കാരണം പല മൗലിദുകളിലും കടത്തി കൂട്ടിയിട്ടുണ്ട്. ആ കടത്തിക്കൂട്ടൽ ഇല്ലാത്തതാണോ അല്ലേ എന്ന് പരിശോധിച്ചതിന് ശേഷമേ ഉറപ്പുവരുത്താവൂ. ഞങ്ങൾ ഈ പറഞ്ഞ മൗലിദുകളിലാണെങ്കിലോ അതിൽ ഉറപ്പാണ്. ഈ പറഞ്ഞ മൗലിദുകളിലൊന്നും കടത്തിക്കൂട്ടിയിട്ടില്ല. ഞങ്ങൾ ഈ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മൗലിദ് അത് 100% സത്യമാണ്. നമുക്ക് ഇതേക്കുറിച്ച് വാദപ്രതിവാദം ചെയ്യാം. ഞങ്ങൾ അംഗീകരിക്കുന്നത്, ഞങ്ങളെ സുന്നികൾ ഇറക്കിയിട്ടുള്ളത് ഞങ്ങൾ റെഡിയാണ്. ആ വിഷയമല്ലാതെ അവിടെയുള്ള ഏടുകൾ 165, 155, 255, 333 അതിലൊക്കെയുള്ള മൗലിദുകൾ എന്തൊക്കെ ആരൊക്കെ കടത്തി കൂട്ടിയിട്ടുണ്ട് ഇല്ല എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയുള്ളത് കൊണ്ട് ഒറ്റയടിക്ക് ഇപ്പോൾ അത് പറയാൻ കഴിയില്ല. എങ്ങനെയുണ്ട് അലവിസക്കാഫിക്ക് ഞാൻ ഏർപ്പാട് നിർത്തലാന്നല്ലേ? ആ നിങ്ങൾ ആ ഏർപ്പാട് നിർത്തിക്കോ. ഇനി മൗലിദിന് വേണ്ടി പ്രസംഗിച്ച് നടക്കണ്ട. നിങ്ങൾക്ക് നിർത്താൻ സമയമായിരിക്കുന്നു അലവിസക്കാഫി. പിന്നെ നിങ്ങള് മർക്കസ് അടിച്ചത് ചോദിക്കട്ടെ, അത് ഇവിടത്തെ EK സുന്നികൾ ഒറിജിനൽ സമസ്താന്ന് കോടതി പറഞ്ഞ അസമസ്തക്കാർ അംഗീകരിക്കോ? ചോദിക്കട്ടെ, മറുവിഭാഗം സമസ്തക്കാര് ചിന്തിക്കണം. മറുപടി പറഞ്ഞു ഞാൻ പറയുന്നില്ല, ചിന്തിച്ചോ നിങ്ങള്. ഈ സബീനയാൾ പുറങ്കാല് കൊണ്ട് തട്ടിയതുപോലെ തട്ടാൻ നിങ്ങൾക്ക് കഴിയോ? വെന്നിയൂർ സഖാഫി പറഞ്ഞ തട്ടാൻ കഴിയൂലാണല്ലേ? അതുകൊണ്ട് അലവി സഖാഫി നിങ്ങൾക്ക് ഇനി ഏർപ്പാട് നിർത്തുന്നതാണ് നല്ലത്. അറിയില്ലേ? അതിന് ഞങ്ങൾ പറയുന്നു വായിച്ച സാധനം തെറ്റാണോ ശരിയാണോ ആ പറഞ്ഞ മൗലിദ് കീറിക്കളയാൻ പാടില്ല. മൗലിദുകൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഉദ്ധരിച്ചിട്ടുള്ള മൗലിദുകൾ പൂർണ്ണമായും ശരിയാണ്. അല്ലാത്ത മൗലിദുകൾ നമ്മൾ സാധാരണ വീടുകളിൽ ഉപയോഗിക്കാറുള്ളതോ ഓതാറുള്ളതോ അല്ല. അത് പരിശോധിച്ചതിന് ശേഷമേ അതിൽ വല്ലതും കടത്തിക്കൂട്ടിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. മറ്റൊന്ന്, വല്യമ്മ ഓതിയതാണെന്ന് പറഞ്ഞു. വല്യമ്മ അതിലുള്ള മുഴുവനും കൂടി ഓതിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയുകയുമില്ല. മനസ്സിലായോ? കാരണം ഞാൻ ഒരു ഉദാഹരണം പറയാം. മക്കൂസ് അതിനുള്ള ഒരു മൗലിദാണ് ജാല മുഹമ്മദ് മൗലിദ്. ആ മൗലിദിൽ ഇവർ തന്നെ കടത്തിക്കൂട്ടിയിട്ടുണ്ട്. ബദർ ദിവസം 12,000 ആളുകൾ തോറ്റോടി. അത് നുണയാണ്, ശരിയല്ല. അത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതിൽ നുണകൾ പലതും കടത്തിക്കൂട്ടിയിട്ടുണ്ട്. അത് പരിശോധിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. വല്യമാനെ കുറ്റപ്പെടുത്തേണ്ടതില്ല. വല്യമ്മ നല്ല ശുദ്ധഗതിക്കാരിയാണ്, സുന്നിയാണെന്ന് ഉറപ്പാണ്. കാരണം മൗലിദ് തോന്നുന്നവരാണല്ലോ. അത് ശുർക്കും കുഫ്റുമാണ് അപ്പുറത്തുള്ളവർ പറയുന്നത്. അതുകൊണ്ട് വല്യമാനെ ചീത്ത പറയേണ്ടതില്ല, വല്യമോദ്യ മൗലിദിനെ കുറ്റപ്പെടുത്തേണ്ടതില്ല. അതൊക്കെ വളരെ നല്ലത് തന്നെയാണ്. പക്ഷെ നമുക്ക് വാദപ്രതിവാദം ചെയ്യണമെങ്കിൽ അതിൽ നമ്മൾ അംഗീകരിക്കുന്ന എണ്ണിപ്പറഞ്ഞ മൗലിദുണ്ടല്ലോ, സുന്നികൾ ഇറക്കിയ മൗലിദ് കിതാബാണ്. ഇതിലുള്ളത് പൂർണ്ണമായി ഞങ്ങൾ അംഗീകരിക്കുന്നു. വാദപ്രതിവാദം ചെയ്യാം. ഇതിലുള്ള മൗലിദുകൾ റെഡിയാണ്, ഞങ്ങൾ റെഡിയാണ്. പിന്നെ അതിൽ വേറെ പല മൗലിദുണ്ട്. അതിൽ ആരൊക്കെയാണ് കടത്തിക്കൂട്ടിയുള്ളതെന്ന് പരിശോധിച്ച ശേഷമേ വിധി എഴുതാവൂ. അതാണ് ഞങ്ങൾക്ക് അതേക്കുറിച്ച് പറയുന്നത്. ഇതാണ് സ്ഥിതി. നേരിട്ട് ചോദ്യമാണ് ചെന്നപ്പോ മൂപ്പർ പറയണം, അത് പരിശോധിച്ചിട്ടേ പറ്റുള്ളൂ. ഇത്രയും കാലം എന്തെങ്ങൾക്ക് പണി? ഇത്രയും കാലം ഈ മൗലിദിനും വേണ്ടി പ്രസംഗിച്ച് നടന്നിട്ട് എന്തായിരുന്നു നിങ്ങൾക്ക് പണി?
അതെ, നേരിട്ട് മുഖാമുഖം ഇരുന്നപ്പോ നിങ്ങളുടെ അടവ് നടക്കൂല എന്ന് മനസ്സിലായപ്പോ ഒഴിഞ്ഞു മാറുകയാണ്. അത് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് അലവി സഖാഫി ആവർത്തിക്കുന്നു, നിങ്ങൾക്കിനി ആ ഏർപ്പാട് നിർത്താം. മൗലിദ് പാരായണവുമായി ബന്ധപ്പെട്ട് അതിന് ന്യായീകരിച്ചുകൊണ്ട്